السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. മജ്‌ലിസുൻ നിഅമയിലെ ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, ഫത്ഹുൽ മുഈൻ പാർട്ട് 41 നിക്കാഹിന്റെ അധ്യായം. നിക്കാഹിന്റെ അധ്യായത്തിൽ കഫാഅത്തിനെ സംബന്ധിച്ചാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അനുയോജ്യരായി വരേണ്ട വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലാ യുഖാബലു ബഅ്ദുഹാ ഐ ബഅ്ദു ഖിസാലിൽ കഫാഅത്തി, അനുയോജ്യതയുടെ കാര്യങ്ങളിൽ നിന്ന് ചിലതിനെ തുലനം ചെയ്യപ്പെടുകയില്ല. ബി ബഅ്ദിൻ മിൻ തിൽക്കൽ ഖിസാലി, ഈ അനുയോജ്യതയുടെ കാര്യങ്ങളിൽ നിന്ന് ചിലതുമായിട്ട് തുലനം ചെയ്യപ്പെടുകയില്ല, ഉണ്ട് ഇല്ല എന്ന ഈ നിലപാട് പരിഗണിച്ചുകൊണ്ട്. അപ്പൊ ഇതിൽ ചില വിശേഷണങ്ങൾ ഇവളിലുണ്ട്, ചിലത് അവനിലും ഉണ്ട് എന്ന നിലക്ക് തുലനം ചെയ്തുകൊണ്ട് പരിഗണിക്കുകയില്ല എന്നാ പറഞ്ഞത്. ഫലാ തുസവ്വജു ഹുറത്തുൻ അജമിയ്യത്തുൻ, അപ്പോൾ അനറബിയായ സ്വതന്ത്ര സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടരുത്, നിക്കാഹ് ചെയ്യപ്പെടരുത്. ബി റഖീഖിൻ അറബിയിൻ, അറബിയായ അടിമയുമായിട്ട്. അവള് ഹുറത്താണ്, പക്ഷേ അനറബിയാണ്. വരൻ അടിമയാണ്, പക്ഷെ അറബിയാണ്. അപ്പോ അവളിലുള്ള അജമീയത്ത് ഹുറത്ത് എന്നുള്ളതിന് ഇവിടെ അറബിയാണ് എന്നുള്ള പരിഗണന തുലനം ചെയ്യാൻ പറ്റുകയില്ല എന്നപ്പ ഈ പറഞ്ഞത്. വലാ ഹുറത്തുൻ ഫാസിഖത്തുൻ, ദുർനടപ്പുകാരിയായ സ്വതന്ത്ര സ്ത്രീയെ നിക്കാഹ് ചെയ്യപ്പെടാൻ പറ്റുകയില്ല. ബി അബിദിൻ അഫീഫിൻ, അഫീഫായ നല്ല നടപ്പുകാരനായ ഒരു അടിമയെ കൊണ്ട്. അപ്പോ അടിമ സൽവൃത്തനാണ് എന്നുവെച്ച് അവനെ കൊണ്ട് ദുർനടപ്പുകാരിയായ സ്വതന്ത്ര സ്ത്രീയെ നിക്കാഹ് ചെയ്യാൻ പറ്റുകയില്ല. ഖാലൽ മുത്തവല്ലിയു, ഇമാം മുത്തവല്ലി റഹ്മഹുല്ലാഹ് പറയുന്നു, വലൈസ മിനൽ ഹിറഫി ദനീഅത്തി, താഴ്ന്ന ജോലികളിൽ പെട്ടതല്ല. ഖിബാസത്തുൻ, റൊട്ടിപ്പണി, റൊട്ടി ഉണ്ടാക്കുന്ന ജോലി, അത് താഴ്ന്ന ജോലിയിൽ പെട്ടതല്ല. വലവിസ്തറദ ഉറുഫു ബലദിൻ, ഒരു നാട്ടിന്റെ പതിവ് വ്യാപകമായി ബിത്തഫ്ളീലി ബഅദിൽ ഹിറഫി ദനീഅത്തി അല്ലതി നസ്സു അലൈഹ, ബിത്തഫ്ളീലി ബഅദിൽ ഹിറഫി ദനീഅത്തി, താഴ്ന്ന തൊഴിലുകളിൽ നിന്ന് ചിലതിനെ ശ്രേഷ്ഠമാക്കൽ കൊണ്ട്. ഒരു നാട്ടിന്റെ പൊതു രീതി അങ്ങനെയായി. അപ്പൊ ആ നാട്ടുകാരുടെ കീഴ്വഴക്കം അങ്ങനെയാണ് എന്ന് വെച്ച് അല്ലത്തി, എങ്ങനെയുള്ള താഴ്ന്ന ജോലികളാണ്, നസ്സു അലൈഹ, ആ ജോലികളുടെ മേൽ ഫുഖഹാ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവ താഴ്ന്ന ജോലികളാണ് എന്ന്. അത്തരത്തിലുള്ള ജോലികളിൽ നിന്ന് ചിലതിനെ ഒരു നാട്ടിന്റെ കീഴ്വഴക്കം അനുസരിച്ചുകൊണ്ട് അവര് മഹത്വമുള്ള ജോലിയായിട്ട് കാണുന്നു. പക്ഷേ ലം യുഅ്തബർ, അത് ഇവിടെ പരിഗണനീയമല്ല, പരിഗണിക്കപ്പെടുകയില്ല. ഫുഖഹാ വ്യക്തമായി പറഞ്ഞിടത്ത് നാട്ടിന്റെ ഉറുഫ്, അവരുടെ പൊതു നിലപാട് പരിഗണിക്കുകയില്ല. വയുഅ്തബറു ഉറുഫു ബലദിഹ, എന്നാൽ പെണ്ണിന്റെ നാടിന്റെ പൊതു നിലപാടിനെ പരിഗണിക്കപ്പെടും. ഫീമാലം യനിസ്സു ഫീഹി, ഫീമ ഒരു ജോലിയിൽ, എങ്ങനെയുള്ള ജോലിയാണ്?
ലം യനിസ്സു ഫുഖഹാ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല ഫീഹി ആ ജോലിയുടെ വിഷയത്തിൽ അത് താഴ്ന്ന ജോലിയാണെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല. അത്തരത്തിലുള്ള ജോലികള് ഒരു പെണ്ണിന്റെ നാട്ടിലുള്ളവർ മഹത്വമുള്ള ജോലിയായിട്ട് കാണുന്നുവെങ്കിൽ അതിനെ പരിഗണിക്കപ്പെടും. അഖദിന്റെ ഘട്ടത്തിൽ പെണ്ണ് ഏത് നാട്ടിലാണോ ആ നാട്ടിന്റെ പൊതുവികാരം, അവരുടെ പൊതുവായ പരിഗണന, ആ ജോലി മഹത്വമുള്ള ജോലിയായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ അതിവിടെ അംഗീകരിക്കും. അത് ഫുഖഹാ ആ ജോലി താഴ്ന്നതാണ് എന്ന് വ്യക്തമാക്കാത്ത ജോലിയായിരിക്കണം എന്ന് മാത്രം. വലൈസലിൽ അബി പിതാവിനക്ക് അനുവദനീയമല്ല തസ്വീജു ബിനിഹി അസ്സഗീരി അവന്റെ ചെറിയ മകനുക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കൽ, പ്രായപൂർത്തി എത്താത്ത അവന്റെ മകന്, അമത്തൻ അടിമപ്പെണ്ണിന്. ലി അന്നഹു കാരണം ഈ പ്രായപൂർത്തിയെത്താത്ത മകൻ മഅ്മൂനുൽ അനഫി അവൻ വ്യഭിചാരത്തെ ഭയപ്പെടേണ്ട വ്യക്തി അല്ല, ആ ഒരു സാഹചര്യത്തിലുള്ളവനല്ല. ഒരാൾക്ക് അടിമപ്പെണ്ണിനെ നിക്കാഹ് ചെയ്യണമെങ്കിൽ വ്യഭിചാരത്തെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം വരണം. പ്രായപൂർത്തിയെത്താത്ത കുട്ടിയെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു സാഹചര്യം ഇല്ല എന്നതിനാൽ അവനക്ക് അടിമപ്പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പിതാവിന് പറ്റുകയില്ല. വയുസവ്വിജുഹാ ബിഗൈരി കുഫ്റിൻ ഈ പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാം ബിഗൈരി കുഫുവിൻ കുഫുവ് ഒക്കാത്ത ഭർത്താവിനക്ക് വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കാം. ബിനസബിൻ നസബ മുഖേനയുള്ള വലിയ ഔ വലാഇൻ അതല്ലെങ്കിൽ വലാ മുഖേനയുള്ള കുടുംബം വഴിയുള്ള വലിയോ അതല്ലെങ്കിൽ അടിമത്ത മോചനം വഴിക്ക് ഉള്ള വലിയ, അതാണ് വലാ വഴിക്കുള്ള വലിയ. ഈ രണ്ടാലൊരു നിലക്കുള്ള വലിയ ഇവളെ ഒക്കാത്ത ഭർത്താവിനക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാം. ലാ കാവിൻ പക്ഷെ കാവിക്കത് പറ്റൂല. ബിരിളാ കുല്ലിൻ ഓരോരുത്തരുടെയും തൃപ്തി പ്രകാരം നിക്കാഹ് ചെയ്തു കൊടുക്കാം. ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ മിൻഹ അതാ പെണ്ണിനാൽ, വമിൻ വലിയ അവളുടെ വലിയനാൽ, അവൾക്കും വലിയക്ക് സമ്മതാണ്, ഓൾക്കും സമ്മതാണ്. ഔ ഔലിയാ ഇഹൽ മുസ്തബീനൽ കാമിലീന അല്ലെങ്കിൽ അവളുടെ ഒന്നിൽ കൂടുതൽ വലിയുകൾ, അവരൊക്കെ ഒരേ ദർജയിൽ ഉള്ളവരാണ്, സമമായവരാണ്. അൽ കാമിലീന അവര് പൂർണ്ണവാന്മാരുമാണെന്നാണ്, പ്രായപൂർത്തി എത്തിയവരാണ്. അങ്ങനെയുള്ള അവരെല്ലാവരും തൃപ്തിപ്പെടുകയാണെങ്കിൽ പറ്റും. കാരണം സവാലിൽ മാനിഇ ബിരിളാഹും ഈ പറയപ്പെട്ടവരൊക്കെ തൃപ്തിപ്പെടൽ കൊണ്ട് നിക്കാഹ് ചെയ്യുന്നതിനുള്ള തടസ്സം നീങ്ങി, അതുകൊണ്ടാണ് അവർക്ക് നിക്കാഹ് ചെയ്യാം എന്ന് പറഞ്ഞത്. പക്ഷെ ഖാദിക്കത് പറ്റൂല. അമ്മൽ ഖാദി അപ്പോൾ ഖാദി ഫലാ യസിഹു ലഹു അവനക്ക് സഹീഹല്ല തസ്വീജുഹ അവൻ നിക്കാഹ് ചെയ്തു കൊടുക്കൽ ഇവളെ ലിഗൈരി കുഫുവിൻ കുഫുവക്കാത്ത ഭർത്താവിനക്ക് വൈൻ റളിയത്ത് ബിഹി അലൽ മുഅ്തമദ് പ്രബല വീക്ഷണത്തിന് അനുസരിച്ച് കുഫുവക്കാത്ത ഭർത്താവിനെ കൊണ്ട് അവൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ പോലും ഇൻ കാനലഹ വലിയുൻ ഗായിബുൻ ഔ മഫ്ഖൂദുൻ എപ്പോഴാണ് ഖാദി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഈ പെണ്ണിനക്ക് മറഞ്ഞ ഒരു വലിയുണ്ട്, 2 മറഹല മറഞ്ഞ വലിയുണ്ട്, ഔ മഫ്ഖൂദുൻ അല്ലെങ്കിൽ കുറ്റിൻ തുമ്പില്ലാത്ത വിവരമില്ലാത്ത ഒരു വലിയുണ്ട്, നാട്ടിലില്ലാത്ത വലിയ ഗായിബാകുമ്പോ പിന്നെ മഫ്ഖൂദ് പറഞ്ഞാൽ എവിടെയാണ് എന്നുള്ള വിവരമില്ല, മരിച്ചോ ജീവിച്ചോ ഒന്നും അറിയില്ല. കാരണം അന്നഹു ഇങ്ങനെയുള്ള വലിയുള്ള പെണ്ണാകുമ്പോൾ പിന്നെ ഖാദി കന്നാഇബി അൻഹു ഈ വലിയനെ തൊട്ട് പ്രതിനിധിയെ പോലെയാണ്. ഫലാ യത്റുകുൽ ഹവ്വ ലഹു അപ്പോൾ ഈ വലിയനുള്ള
അവകാശത്തെ ഖാദി ഒഴിവാക്കാൻ പാടില്ല. അവന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഖാദി നിക്കാഹ് ചെയ്യുമ്പോൾ ആ വലിയനുള്ള അവകാശം അതവൻ ഉപേക്ഷിക്കാൻ പാടില്ല. വബഹസ ജംഉൻ മുതഅഖിറൂന, പിൻഗാമികളായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നഹ, ഈ പെണ്ണ് വലിയ വായിബായ അതല്ലെങ്കിൽ വലിയ മഫ്കൂദായ അവൻ എവിടെയാണ് എന്ന് ഉള്ള വിവരമില്ല. അങ്ങനെയുള്ള പെണ്ണ് ലൗലം തജിദ് കുഫുവൻ, അവള് കുഫുവത്ത ഒരു ഭർത്താവിനെ എത്തിച്ചിട്ടില്ല. പക്ഷേ വഖാഫത്ത്, അവൾ ഭയപ്പെടുന്നു അൽ ഫിത്നത, വ്യഭിചാരത്തെ. എങ്കിൽ ലസിമൽ ഖാദിയ, അപ്പോൾ ഖാദിക്ക് നിർബന്ധമാണ് ഇജാബത്തുഹ, അവൾക്ക് ഉത്തരം നൽകൽ. അവള് ഒരു വലിയനിക്ക് നിക്കാഹ് ചെയ്ത് ഒരു സൗജിനിക്ക് നിക്കാഹ് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ അവൾക്ക് ഉത്തരം നൽകണം. ലിൽളറൂറത്തി, ഇവിടെ ലറൂറത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു നിർബന്ധിത സാഹചര്യം ഇവിടെ വരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഖാദി അവൾക്ക് സമ്മതം നൽകണം, ഉത്തരം നൽകണം, നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഖാല ശൈഖുന പറയുന്നു, വഹുവ മുത്തജിഹുൻ, ഈ ജംഇന്റെ ചർച്ച മുത്തജിഹാണ്, മുദ്റക്കൻ, ലക്ഷ്യം കൊള്ള നോക്കുമ്പോൾ അത് ന്യായയുക്തമായ പ്രബലമായ ഒരു അഭിപ്രായമാണ്. അപ്പോ തെളിവ് ഉള്ള നോക്കുമ്പോൾ ന്യായയുക്തമായ ഒരു അഭിപ്രായമാണ് ഇതെന്ന് ശൈഖുന പറയുന്നു. അമ്മാമൻ ലൈസലഹ വലിയുൻ അസ്ല, അപ്പോൾ ഒരു പെണ്ണ് ലൈസലഹ, അവൾക്കില്ല വലിയുൻ അസ്ലൻ, തീരെ വലിയേ ഇല്ല. ഈ ഖാസായ വലിയ അവൾക്കില്ലേ ഇല്ല. ഫതസ്വീജുഹൽ ഖാദി, അപ്പോൾ ഖാദി അവളെ വിവാഹം ചെയ്തു കൊടുക്കൽ, നിക്കാഹ് ചെയ്തു കൊടുക്കൽ, ലിഗൈരി കുഫുവിൻ, കുഫു ഒക്കാത്ത ഭർത്താവിനിക്ക്, അനുയോജ്യമല്ലാത്ത ഭർത്താവിനിക്ക്, ബിതലബിഹ തസ്വീജ മിൻഹു, അവൾ തേടിയത് കാരണമായിട്ട് തസ്വീജ മിൻഹു, ഈ കുഫു ഒക്കാത്ത ഭർത്താവിനെ കൊണ്ട് ഭർത്താവിനിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് അവൾ തേടി. ഇങ്ങനെ തേടിയതിന്റെ പേരിൽ ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കൽ സഹീഹുൻ അലൽ മുഖ്താരി, മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് അത് സഹീഹാണ്. ഖിലാഫൻ ലിശൈഖൈനി, ശൈഖൈനിക്ക് എതിരായിട്ട് ഇമാം നവവി റാഫിഈ റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് എതിരായിട്ട്. അപ്പൊ അതാണ് മുഖ്താറായ വീക്ഷണമായിട്ടുള്ളത്. ലൗ സുവ്വിജത് മിൻ ഗൈരി കുഫുവിൻ, ഒരു പെണ്ണിനെ കുഫ് ഒക്കാത്ത ഭർത്താവിനിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കപ്പെട്ടു ബിൽ ഇജ്ബാർ, ഇജ്ബാർ കൊണ്ട്, മുജിബറായ വലിയാണ് നിക്കാഹ് ചെയ്തു കൊടുത്തത്. ഔ ബിൽ ഇദ്നിൽ മുത്ലഖി അനി തഖീദി ബി കുഫ്ഇൻ ഔ ബി ഗൈരിഹി, അതല്ലെങ്കിൽ ഒരു പൊതുവായ സമ്മതം കൊണ്ട്, പൊതുവായ സമ്മതം എന്ന് പറഞ്ഞാൽ അനി തഖീദി, ഉപാധി പറയലിനെ തൊട്ടുള്ള പൊതുവായ സമ്മതം. എന്തുകൊണ്ട് ഉപാധി പറയുക? ബി കുഫ്ഇൻ ഔ ബി ഗൈരിഹി, എന്നെ കുഫ് ഒത്ത ഭർത്താവിനെ കൊണ്ട് നിക്കാഹ് ചെയ്യണമെന്നോ അല്ലാത്തവനെ കൊണ്ട് നിക്കാഹ് ചെയ്യണമെന്നോ ഉപാധി പറയാത്ത സമ്മതം, ആ ഉപാധിയെ തൊട്ട് ഒഴിവാക്കപ്പെട്ട ഒരു സമ്മതമാണ്. അപ്പൊ പൊതുവെ നിക്കാഹിന് മാത്രമേ സമ്മതം കൊടുത്തിട്ടുള്ളൂ. സമ്മതത്തിൽ കുഫുവിനെ കൊണ്ട് നിക്കാഹ് ചെയ്യണമെന്നോ അല്ലാത്തവരെ കൊണ്ട് നിക്കാഹ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്തരം സാഹചര്യത്തിലാണ് കുഫ് ഒക്കാത്ത ഭർത്താവിനിക്ക് അവളെ നിക്കാഹ് ചെയ്യപ്പെട്ടത്. എന്നാൽ നസിഹത്ത് തസ്വീജു, അവിടെ ആ തസ്വീജ് സഹീഹല്ല, ആ വിവാഹം ചെയ്തു കൊടുക്കൽ ശരിയല്ല. കാരണം ലി അദനി റിളാഹ ബിഹി, അവള് ഈ കുഫ് ഒക്കാത്ത ഭർത്താവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഫൈൻ അതിനത്ത്, ഇനി അവൾ സമ്മതം നൽകി ഫീ തസ്വീജിഹ,
അവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ ബിമൻ ഒരു ഭർത്താവിനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ സമ്മതം നൽകി. വന്നത്തുഹു ഈ ഒരു ഭർത്താവിനെ അവൾ വിചാരിച്ചത് കുഫുഅൻ അവൻ അനുയോജ്യനാണ് എന്ന. പക്ഷേ ബാന ഖിലാഫുഹു അവൾ കുഫു ആണ് എന്നുള്ള വിചാരിച്ചതിന്റെ എതിരാണ് പിന്നീട് വ്യക്തമായത്. നിക്കാഹിന്റെ ശേഷം ഓൻ കുഫു ഒത്തവനല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ സഹ നിക്കാഹോ ആ നിക്കാഹ് സാധുവാണ്. വലാ ഖിയാറ ലഹ അവൾക്ക് അവനെ ഫസ്ഖ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. കാരണം ലി തഖ്സീരിഹ അവൾ വീഴ്ച വരുത്തി, ബി തർക്കിൽ ബഹസി അവനെ സംബന്ധിച്ച് ചികഞ്ഞ് അന്വേഷിക്കലിനെ തൊട്ട് ഉപേക്ഷിക്കൽ കൊണ്ട്, ആ ബിത്തർക്കിൽ ബഹസി ചികഞ്ഞുള്ള അന്വേഷണത്തെ ഒഴിവാക്കൽ കൊണ്ട് അവൾ വീഴ്ച വരുത്തിയതാണ്. അതുകൊണ്ട് നിക്കാഹ് സാധുവാണ്. നഅം എങ്കിലും ലഹാ ഖിയാറുൻ അവൾക്ക് നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇൻ ബാന മഈബൻ ഔ റഖീഖ അവൻ അയ്ബുള്ളവനാണെന്നോ അതല്ലെങ്കിൽ അടിമയാണെന്നോ വ്യക്തമായി കഴിഞ്ഞാൽ. നിക്കാഹ് ദുർബലപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യത്തെ സ്ഥിരപ്പെടുത്തുന്ന ന്യൂനത ഉള്ളവനായിട്ട് പിന്നീട് ബോധ്യമായി, അതല്ലെങ്കിൽ അടിമയായിട്ട് ബോധ്യമായി എങ്കിൽ അവൾക്ക് അവനെ ഫസ്ഖ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.